ലവ് യു. അടിപൊളി എനർജിയാണ് നിങ്ങളുടെ. ലവ് യു. അപ്പോൾ ഒരു പാട്ട് കൂടെ നമ്മൾ ചിത്ര ചേച്ചിയുടെ തന്നെയാണ് പാടാൻ പോകുന്നത്. ഈ പാട്ട് പാടാനായിട്ടുള്ളൊരു മെയിൻ കാരണം നമ്മൾ കുറേ കവേഴ്സ് ചെയ്ത് എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കത്തിച്ച പോലെയുണ്ട്. ഓ മൈ ഗോഡ്, പൊളി എനർജി ഗൈസ്, അടിപൊളി. അടുത്ത പാട്ട് അമ്പാടി കുയിലല്ലേ ഉന്നോട് കുഴലല്ലേ. ഓക്കെ, സാധാരണ സാറ് മുൻകൈ ഇട്ടാലായിരിക്കും എല്ലാവരും മിക്കവാറും ചെയ്യാൻ പോകുന്നത്. സാർ പ്ലീസ് ജസ്റ്റ് ഒരു മൂവ്മെന്റ്. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സിമ്പിൾ സ്റ്റെപ്പാണ്. ബെസ്റ്റ് സിംഗേഴ്സ് നമ്മുടെ ഏജ് കണ്ടിരിക്കുന്ന. ഐ എം സോ ഹാപ്പി ടു ബി ചേട്ടൻ പെർഫോം ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ ചേട്ടൻ ഉള്ള ആ ഒരു സമയത്ത് ജീവിക്കാൻ പറ്റുന്നതാണ്. ഐ എം സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. സൂര്യ ചേട്ടൻ ഈസ് വൺ ഓഫ് അവർ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് ഓൾസോ. അപ്പോൾ നമുക്ക് ചേട്ടനെ വിളിച്ചാലോ? സൂര്യേട്ടനെ വിളിക്കാം. He is a wonderful human being and he is a wonderful. കോൺസേർട്ട് നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുന്നില്ലേ? കുമ്പളങ്ങി നൈറ്റ്സ് കണ്ടവരുണ്ടോ? കൂടെ പാടല്ലേ? Let's go boys. ഞാൻ അപ്പോൾ നിങ്ങൾ ഭയങ്കര അടിപൊളി ഒരു ജനതയാണ് ചെങ്ങന്നൂരിലെ ജനത എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. Let's go boys. നിങ്ങൾ കേട്ടിട്ടുള്ള പാട്ട് തന്നെയാണ്, കൂടെ പാടിക്കോളൂ. ആൻഡ് ലെറ്റ്സ് ഗോ. പക്ഷേ ഇവരുടെ പരിപാടിയെ പറ്റി പലരും എന്നോട് പറഞ്ഞു, ഇവരുടെ പരിപാടി നടത്തിയില്ലെങ്കിൽ അതൊരു തീരാ നഷ്ടമാകും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടുന്ന് വന്നപ്പോഴാണ് ഇത്രയും ദിവസം നടന്ന പരിപാടികളിൽ തുടക്കം, അവസാനം ഞാൻ പറയാം എന്താണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ തുടക്കം അടിപൊളിയാക്കിയിരിക്കുന്നു എന്ന കാര്യം സംശയം. പ്രിയപ്പെട്ട അഞ്ജു, നല്ല ഭാവിയുണ്ട്. സിനിമാ മന്ത്രി എന്നതിനെ ഞാൻ പറയുന്നു. മലയാള സിനിമാ രംഗത്ത് വളർന്നു വരുന്ന മികച്ച ഗായികയായിട്ട് മഞ്ജു മാറും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സൂരജ്, അങ്ങും മികച്ച ഗായകനാകട്ടെ. രണ്ടുപേർക്കും ചെങ്ങന്നൂരിൻ്റെ അഭിനന്ദനങ്ങൾ നേരുന്നു. എല്ലാവരും കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുക. ഈ രണ്ടു പേർക്കും ഇവിടെ ആദരവ് നൽകുന്നത് കേരളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കനായ കൃഷി വികസന വകുപ്പ് മന്ത്രി, ആലപ്പുഴയുടെ അഭിമാനമായ എൻ്റെ പ്രിയ സഹോദരൻ പി പ്രസാദിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നേരത്തെ ആദരണീയനായ അഞ്ജുവിൻ്റെ അതിമനോഹരമായ ആലാപനം കേട്ട് ഞാനും അങ്ങേയറ്റം സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. അഞ്ജുവിനെയും സൂരജിനെയും ഞാനും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. ഒരിക്കൽ കൂടി ഈ സരസ്മേള ഇത്രയും ജനപങ്കാളിത്തത്തോടെ സംഘടിപ്പിച്ച ശ്രീ സജി ചെറിയാനെ ആദ്യ ദിവസം തന്നെ ഞാൻ അഭിനന്ദിച്ചതാണ്. വീണ്ടും ഇത്രയും മനോഹരമാക്കി അദ്ദേഹത്തെ